ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളത് യു കെയിലെ ഏറ്റവും ചെറിയ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇത് ആണ് എന്താ കുറേ മുമ്പ് എടുത്താണ്, ഇപ്പോഴാണ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കൊച്ചു റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ ആദ്യം തന്നെ കുറച്ച് ട്രെയിൻസ് കാണാം. ഇവിടെ പിന്നെ ഒരു കടകളൊക്കെ ഉണ്ട്. കട അതെ, ഞാൻ ഇപ്പോൾ പുറത്താണ്. മാത്രമല്ല ഈ റെയിൽവേ സ്റ്റേഷന് ഇവിടെ ആ പാലങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അവിടെ ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിൻ എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇത് അതിനകത്ത് ആൾക്കാരൊന്നും കയറാൻ പറ്റുന്നു. ഭയങ്കര ചെറിയ ട്രെയിൻ. അപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ ഇപ്പോൾ വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ട്രെയിനിൽ കയറണം. വെളിച്ചം കാണുന്നതാണ് ട്രെയിനാണ് കേട്ടോ. ഇനി അവിടെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യും. ഇതൊരു ട്രെയിൻ ആൾക്കാരെ എന്തൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇനി ട്രെയിനിൽ കയറാൻ എനിക്ക് ട്രെയിന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ട്രെയിൻ ഇപ്പോൾ സ്ലോ ചെയ്യണം. അവിടെ മുമ്പിൽ ഒരു അപ്പൂപ്പനാട്ടോ, പുറകിൽ വേറൊരു ലേഡി ഉണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിലായിരുന്നു, അതിൻ്റെ പുറത്തായിരുന്നു. അപ്പോൾ പുറത്തിരിക്കാൻ പറ്റും. അതിൻ്റെ പുറത്തിരിക്കുന്ന സ്ഥലത്താണ് ഉള്ളിൽ ഞാൻ കയറിയിട്ടില്ല. അവിടെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. സീറ്റ് പിടിച്ച് ട്രെയിന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എക്സൈറ്റഡ് ആട്ടോ. എക്സൈറ്റഡ് ആണ്. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ഇവിടെ മരങ്ങളുണ്ട് കേട്ടോ. മരങ്ങൾ പിന്നെ അവിടെ കുറച്ചുകൂടി പോയാൽ നമുക്ക് വീടുകളൊക്കെ കാണാൻ പറ്റും. വീടുകളും പിന്നെ കുറേ ബിൽഡിങ്സും. പിന്നെ അപ്പുറത്ത് വേറെ ട്രെയിനിൻ്റെ വഴികളൊക്കെ പോകാൻ ട്രെയിനിൻ്റെ കുറേ വഴികളുണ്ട്. പിന്നെ ഞാൻ ട്രെയിനിൽ ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ട് ഞാൻ ഒരു ടണൽ കാണിക്കാം. ഞാനവിടെ പിടിച്ചിട്ട് കുറച്ച് ചെറുതായിട്ട് അതിൻ്റെ അപ്പുറത്ത് കുറേ സ്പേസ് ഉണ്ട്. പിന്നെ അപ്പുറത്ത് ഒരു ലേക്ക് പോലെ സംഭവമുണ്ട്. ഞാൻ പറഞ്ഞ വീടുകളും ബിൽഡിങ്സ് ഒക്കെ കാണുന്നു. ഞാൻ പറഞ്ഞ ലേക്ക് പിന്നെ അടുത്തുള്ള ഇവിടെ ഇത്രയല്ല വീട്, കുറേ വീടുകളുണ്ട്. ഇതൊരു ലേക്ക് സൈഡ് പാർക്കാണ്. അപ്പോൾ അതിന് അപ്പുറത്തൊക്കെ പ്ലേസ് ഉണ്ട്. അപ്പോൾ ആ ലേക്ക്
പാർക്കിലെത്തി. ഞങ്ങളുടെ പാർക്കിൽ അവിടെ ഒരു മാപ്പ് പോലെ സംഭവമുണ്ട്. അവിടെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അവിടെ സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. ഞാൻ സിപ്പ് ലൈനിൽ ഏറ്റവും ലാസ്റ്റാണ് കയറിയത്. ഞാനും അമ്മ ഇവിടെ ചാടി കളിക്കായിരുന്നു. അമ്മ ചാടി, ഞാനും ചാടി, മമ്മ ഒന്നും കൂടി ചാടി, ഞാനും ചാടി. ഇനി ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകണ്ട. അവിടെ കുറേ കുഞ്ഞ് സ്ലൈഡ്സ്, വലിയ സ്ലൈഡ്സ്, കുറേ സ്ലൈഡ്സ് ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ചാടി കളിക്കുക. അവൾക്ക് അവിടെ അത് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ ആദ്യം ടണൽ കുഞ്ഞ് ഇത് കണ്ടില്ല, ഈ കുഞ്ഞ് ഹോള് കണ്ടില്ല. ഞാനിപ്പോഴാണ് കാണുന്നത്. അതാണ് ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോവുക. ഇത് ഞാനവിടെ അതിൻ്റെ വെളിയിൽ കൂടെ കയറി അവിടെ സ്ലൈഡായിട്ട് പോകാനായിരുന്നു ഞാൻ നോക്കണേ. നമ്മൾ കാല് നേരെ വെച്ച് പോകാൻ പറ്റും. ഞാൻ ഇതിനകത്ത് കയറി ഇതിനകത്തൊരു കുഞ്ഞ് സ്ലൈഡ് കയറാൻ നോക്കുകയാണ്. കുഞ്ഞ് സ്ലൈഡിൽ ഇവിടെ ഒരു വലിയ സ്ലൈഡ് ഉണ്ടോ. ഞങ്ങളിപ്പോൾ സിപ്പ് ലൈനിൽ കയറിയിട്ടോ. ഇതാണ് സിപ്പ് ലൈൻ. ആദ്യം നമുക്ക് പേടി വരും, പിന്നെ പേടി വരില്ല. പിന്നെ ഒരു 2 വട്ടം ചെയ്ത് അവിടെ പേടി പോകും കേട്ടോ. ഞങ്ങളിതാ പാർക്ക് ചെയ്ത് ഇറങ്ങി പിന്നെ അതേ വണ്ടിയിൽ തന്നെ കയറി പോവുകയാണ്. തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. അതേ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. പക്ഷെ ഞങ്ങൾക്ക് ഇറങ്ങിയിട്ടാണ് പോണേ. ഞാനൊരു കുഞ്ഞ് ടണൽ വന്ന സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതാ ഇവിടെ അടുത്താട്ടോ. ഇപ്പം കാണാൻ പറ്റും കേട്ടോ. ഒരാൾക്ക് ട്രെയിനിൽ കയറാൻ 5 വട്ടാണ്. പിന്നെ ഇവിടെ UK ഇവിടെ ആൾക്കാർ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ഈസ്ലിയിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ വരണം. കുട്ടികൾ വലിയൊരു എല്ലാവരും വരണം. ഇവിടെ കൂടെ എന്താ നടന്ന് അങ്ങോട്ട് പോകാൻ പറ്റും നമുക്ക്. അവിടെ ലേക്കിൽ ഞാൻ പറഞ്ഞ കുഞ്ഞ് ടണൽ പോലത്തെ സംഭവം ഇപ്പം കാണാൻ പറ്റും കേട്ടോ. കുറച്ചുകൂടി പോയാൽ കാണാൻ പറ്റും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞ് ടണൽ പോലത്തെ സംഭവം. ഞങ്ങളിപ്പോൾ ലേക്കിലെത്തിട്ടോ. ഇതാണ് ലേക്ക്. പിന്നെ ഞാനെങ്കിൽ ഇവിടുന്ന് ഫുള്ള് റൗണ്ട് അടിച്ച് സൈക്കിളൊന്ന് ഓടിക്കണം. ഇനി ഇവിടെ കുറേ ആൾക്കാർ ഡക്സിനൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടുത്തെ ഡക്സ് സൂപ്പറായിരുന്നു. ഇവിടെ ഞാൻ പേടിച്ചു പോയിട്ടോ. പക്ഷെ ഞങ്ങൾ അവിടെ ഫോട്ടോസൊക്കെ എടുത്തു. ബെഞ്ചിൽ അവിടെ ഒരു ബെഞ്ചുണ്ട്. നല്ല സ്ഥലമാണ്. ഈവനിങ് ഒക്കെ വന്ന് എല്ലാവർക്കും വന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. കുറേ നടക്കാൻ പറ്റും. കുട്ടികൾക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും. ഗുഡ് ബൈ ഗായ്സ്.